എന്നോടൊപ്പം കേരള ഇൻഡിപെൻഡന്റ് ഫാമേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി അലക്സ് ഒഴുകയിലുണ്ട്. കുറേ കാലമായി വന്യജീവി മനുഷ്യ സംഘർഷ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന കൂടിയാണ് കിഫ. അലക്സ്, നിങ്ങളിപ്പോൾ ഈ കേരള രാഷ്ട്രീയത്തിൽ ഈ വന്യജീവി മനുഷ്യ സംഘർഷത്തെ മുൻനിർത്തിക്കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഈ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കാണുന്നത്? PV അൻവർ ഇറങ്ങി വരികയും അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി ദേശീയ തലത്തിൽ തന്നെ ഈ വന്യജീവി മനുഷ്യ സംഘർഷത്തെ ഉയർത്താൻ പോകുന്നു പ്രഖ്യാപിക്കുന്നു. UDF ആവട്ടെ അതിന് പിന്നാലെ ഒരു മലയോര ജാഥ സംഘടിപ്പിക്കാൻ പോകുന്നു. നിങ്ങൾ എന്തുമാത്രം പ്രത്യാശയോടെയാണ് ഒരു UDF ക്യാമ്പിൽ അല്ലെങ്കിൽ UDFന്റെ പരിസരത്ത് നടക്കുന്ന ഈ ഡെവലപ്മെന്റ്സിനെ കാണുന്നത്? ഈ വിഷയം രാഷ്ട്രീയമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഈ അവസരത്തിലേക്ക്, അതായത് ഒരുപക്ഷെ ഇലക്ഷൻ അടുത്ത് വന്നതുകൊണ്ടാവാം, കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒറ്റ കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളൂ, അത് ഇലക്ഷൻ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കായി മാറരുത്. ഈ ഇടപെടലുകളിൽ ആത്മാർത്ഥത ഉണ്ടാവണം. ആ ആത്മാർത്ഥത നയപരമായ മാറ്റങ്ങളിലേക്കും കൂടെ വരണം. എങ്കിൽ മാത്രമേ മലയോര ജനത ഇപ്പോൾ അനുഭവിക്കുന്ന വന്യമൃഗ ശല്യം എന്നുള്ള വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരമാവൂ. ഞങ്ങൾ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായിട്ട് നിയമപ്രശ്നമാണ്. നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ പാർലമെന്റും നമ്മുടെ നിയമസഭകളുമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ആത്യന്തികമായിട്ട് രാഷ്ട്രീയ പരിഹാരം മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയ തീരുമാനമാണ് വേണ്ടത്. ജനങ്ങളുടെ ജീവന് വന്യമൃഗങ്ങളുടെ ജീവനേക്കാൾ വിലയുണ്ട് എന്ന് ഉറക്കെ പറയാൻ നട്ടലുള്ള രാഷ്ട്രീയ അധികാരികൾ തന്നെയാണ് നമ്മുടെ നാടിന് ആവശ്യം. ആ തരത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ചർച്ചകളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ അത് ഇലക്ഷൻ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സ്റ്റണ്ട് ആവരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഈ കാര്യത്തിൽ PV അൻവറിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് അലക്സ് നിങ്ങൾ കാണുന്നത്? PV അൻവർ അദ്ദേഹത്തിന് MLA പദവി രാജിവെക്കുകയും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വഴിയായിട്ട് ഈ വിഷയത്തെ എടുത്തുയർത്തി നിർത്തുകയും ചെയ്യുന്നു. അദ്ദേഹം അത് മമതാ ബാനർജിയോട് പോലും ഡിസ്കസ് ചെയ്തു എന്നാണ് പറയുന്നത്. ദേശീയ തലത്തിൽ ആ ശബ്ദം ഉയർത്തിക്കൊണ്ടുവരാൻ മമതാ ബാനർജി അദ്ദേഹം പ്രഷർ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മലയോര മേഖലയിലെ മനുഷ്യരെ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. അതിനകത്ത് നിങ്ങൾ എന്തുമാത്രം ഒരു ജെനുവിൻ ആക്ടായി എടുക്കുന്നുണ്ട്? അതല്ലേ ഞാൻ പറഞ്ഞത്. PV അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലതവണ മാറ്റം വന്നിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹം LDF-ൽ നിന്ന് ഇറങ്ങി UDF-ൽ കയറാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കിഫ എന്ന സംഘടന ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മതത്തിന് അതീതമായി ഈ വിഷയത്തെ, കർഷക പ്രശ്നത്തെ ഉന്നയിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മോട്ടീവ്സിനെ പറ്റി ഞങ്ങൾ കമന്റ് ചെയ്യുന്നില്ല. അത് ഞങ്ങൾ അതിലേക്ക് ഇടപെടാൻ ആഗ്രഹിക്കുന്ന സംഘടനയല്ല. എങ്കിലും ഈ വിഷയം ചർച്ചയായി വന്നതിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് വളരെ ഗൗരവത്തോടെ കാണുന്നതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അത് കേരളം ഈ ഒരു വിഷയത്തിന്റെ ഗൗരവത്തിനനുസരിച്ചുള്ള ചർച്ച ഇതുവരെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ശക്തമായിട്ടുള്ള അഭിപ്രായം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷെ PV അൻവർ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലതവണ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കമന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു നിലപാട് ഇപ്പൊ UDF അനുകൂല നിലപാടിലേക്കാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് UDF-നെയോ LDF-നെയോ അല്ലെങ്കിൽ NDA-യോ പ്രത്യക്ഷമായിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങളുടെ സപ്പോർട്ട് നിലപാടുകൾക്കാണ്. വന്യമൃഗ ശല്യം എന്ന വിഷയത്തിൽ, കാർഷിക വിഷയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും എടുക്കുന്ന നിലപാടുകളോടാണ് ഞങ്ങൾ യോജിപ്പ് പ്രകടിപ്പിക്കുന്നത്. അത് വ്യക്തിപരമല്ല, അത് നിലപാടുകൾക്ക് മാത്രമാണ്. എങ്കിലും താങ്ക് യു ശ്രീ അലക്സ് ഒഴുകയിൽ താങ്കളുടെ പ്രതികരണം.